ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ 5 സ്റ്റോറി ലൈൻസ് ആയിരുന്നു നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതിൽ ഒരു സ്റ്റോറി ലൈൻ നമ്മൾ ലോട്ടിലൂടെ എടുത്തുകൊണ്ട് ഈ വട്ടം അതിന്റെ ബാക്കി പ്രോസസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ ഒരു ചെറിയ പണി കിട്ടി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിങ്ങിന്റെയും പിന്നെ ബോർഡ് തൂക്കിയിട്ടപ്പം ഇരിക്കാത്തതിന്റെ ഇഷ്യൂസ് കാരണം നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഫുൾ എഡിറ്റിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് സ്പ്ലിറ്റ് സ്ക്രീനിലായിട്ട് നിങ്ങൾക്ക് ഈ സൈഡിൽ അല്ലെങ്കിൽ ഫുൾ സ്ക്രീനിലായിട്ട് തന്നെ ടെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, സോ അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് റീഡബിലിറ്റിക്കും വലിയ ഇഷ്യൂസ് വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു സ്മോൾ റീക്യാപ്പ്. നമ്മൾ കഴിഞ്ഞോട്ട് സെലക്ട് ചെയ്ത ഐഡിയ എന്ന് പറയുന്നത് everyone has a me chat in WhatsApp where you share and record personal thoughts, but what if a voice recording in your own suddenly came back to you saying something you never said? അതായത് നമ്മൾ വാട്സാപ്പിൽ ഒരു മീ ചാറ്റ് ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ക്യാരക്ടർ വാട്സാപ്പിൽ മീ ചാറ്റിലായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പം ഒരു ദിവസം പെട്ടെന്ന് അതിൽ നിന്ന് തിരിച്ച് ഓപ്പോസിറ്റിൽ സ്വന്തം സ്വരത്തിൽ തന്നെ ഒരു വോയിസ് മെസ്സേജ് വരിക. മനസ്സിലല്ലേ? അതാണ് ത്രെഡ്. സോ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്രിയേറ്റീവ് പ്രോസസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിന്റെ ഒരു സ്റ്റോറി ഔട്ട്ലൈൻ, അതായത് ഇത് എങ്ങനെയാണ് സ്റ്റോറി മൂവ് ചെയ്യാൻ പോകുന്നത്, എവിടെ തുടങ്ങണം, ഏതാണ് മിഡ് പോയിന്റ്, ഏതാണ് എൻഡിങ് എന്നുള്ള രീതിയിൽ ഒരു ഓവറോൾ ഒരു ഔട്ട്ലൈൻ, ഒരു സ്കെൽറ്റൻ എന്ന് പറയും, ആ സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ബൈബിൾ എന്ന് പറയും. അതായത് ഹൂസ് ദി പ്രോട്ടഗണിസ്റ്റ്, ആരാണ് ഇതിലെ നായകൻ, ആന്റഗണിസ്റ്റ് ആരാണ്, ഓപ്പോസിറ്റ് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ആർക്സ് എന്ന് പറയും. അതായത് ഹൗ ദേ ചേഞ്ച് ഫ്രം ബിഗിനിങ് ടു എൻഡ്, അതായത് തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ ആ ക്യാരക്ടറിന്റെ ആ ഒരു ആർക്ക്, അത് ഇമോഷണലി ആയാലും സൈക്കോളജിക്കലി ആയാലും എൻഡിങ്ങിൽ എങ്ങനെയാണ് മാറ്റിയിരുന്നത്, നമ്മൾ വിഷ്വലി ആണ് ഈ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടത്. ഓക്കെ, ഇനി നാലാമത് നമ്മൾ ചെയ്യാൻ പറയുന്നതാണ് 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഈ സ്ക്രിപ്റ്റിന്റെ സ്കെലറ്റനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക, 3ആയിട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിനെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കുക. ലാസ്റ്റ് വരുന്നതാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ. അതായത് ഇതിന്റെ സ്റ്റേക്സും ഹൈസും ലോസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നതാണ് എന്താ പറയുന്ന ഈ കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവാണ്. സോ ഫസ്റ്റ് പ്രോസസ് സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ 1 ലൈൻ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ അതൊന്നും കൂടെ അവിടെ നിന്ന് കാണിക്കാം, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഓൾറൈറ്റ്, സോ ഇനിയാണ് സെക്കൻഡ് പാർട്ട്, അതായത് ഡെവലപ്പ് ദി പ്ലോട്ട് ഔട്ട്ലൈൻ. അതായത് നമ്മൾ ഈ പ്ലോട്ടിന്റെ ഔട്ട്ലൈൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ഞാൻ സ്ലൈഡ്സ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ഈസിലി മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇതിന്റെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് എന്ന് പറയും. അതായത് നമ്മൾ ഏതൊരു സ്റ്റോറി എടുത്തു വെച്ച് നോക്കിയാലും ആ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഇൻസൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വരും. അതിനെ സെറ്റപ്പ് എന്നൊക്കെ വിളിക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഒരു കൂട്ടുകാരുടെ അടുത്തൊരു കഥ പറയുന്നു വെച്ചു, എടാ ഇന്ന് വൈകുന്നേരം കയ്യത്ത് വെച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ അയ്യത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് അഥവാ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിന്റെ ഒരു ഇനിഷ്യൽ ഫേസ്, മനസ്സിലായില്ലേ? പക്ഷെ ഒരു കഥ ഇങ്ങനെ ഒരാളടുത്ത് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നടത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പറയാൻ പറ്റും. പക്ഷെ ഒരു വിഷ്വലി കാണിക്കുന്ന ഒരു സാധനത്തിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യണം, ഒരു സെറ്റപ്പ് ഫീൽ ചെയ്യണം, മനസ്സിലായില്ലേ? രണ്ടാമത് നമ്മൾ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഒരു റൈസിങ് ടെൻഷൻ കൊടുക്കണം. അതായത് സോ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് കാണേണ്ടത്, മനസ്സിലായില്ലേ? നിങ്ങൾ ഏതൊരു ജോണർ എടുത്താലും, സോ ഈവൻ ഇഫ് അതൊരു ഫീൽ ഗുഡ് ജോണർ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അറിയാം ഫീൽ ഗുഡ് പടം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോബ്ലംസ് ഇല്ലാന്നല്ല, എല്ലാത്തിലും കോൺഫ്ലിക്ട്സ് ഉണ്ട്. ആ കോൺഫ്ലിക്ട്സിന്റെ ഒരു ലെവൽ കാണുമായിരിക്കും, മനസ്സിലായി? ഇപ്പൊ ഫീൽ ഗുഡിനകത്ത് വരുന്ന ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒരു റൈസിങ് ടെൻഷൻ കൊടുക്കണം. അത് നമ്മളിപ്പം ഈ നമ്മളിപ്പോ ഫിക്സ് ചെയ്തേക്കുന്ന സ്റ്റോറി ഞാൻ ആക്ച്വലി ഇന്റൻഡ് ചെയ്യുന്നത് മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കലും കൂടെ മിക്സിങ് വരുന്നുണ്ട്. മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോണറിൽ ചെയ്യാൻ വിചാരിക്കുന്നത്. സോ എനിക്ക് എന്തായാലും ഒരു റൈസിങ് ടെൻഷനും കൊടുക്കണം. അതാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രോട്ടോഗോണിസ്റ്റോ ആന്റഗോണിസ്റ്റോ അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ആ ഒരു സ്റ്റോറിയിലെ മെയിൻ കോൺഫ്ലിക്റ്റ് എന്താണ് ഇവിടെ നടക്കുന്നത്, മനസ്സിലായില്ലേ? അതിനുശേഷം വരുന്ന ക്ലൈമാക്സ് അല്ലെങ്കിൽ ബിഗ് മൊമെന്റ് എന്ന് പറയുന്നത്. ക്ലൈമാക്സ് അല്ലെങ്കിൽ ബിഗ് മൊമെന്റ് എന്ന് പറയുന്നിടത്താണ് ഇത് എവിടെ പോയി എസ്കലേറ്റ് ആയി പോയി നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുന്നു. ശേഷം റെസൊല്യൂഷൻ വരും. റെസൊല്യൂഷൻ ആണ് എൻഡിങ്. അതായത് ഈ സാധനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ള കാര്യം പറയുന്നതാണ് എൻഡിങ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു മേജർ തിങ് ആണ് ക്യാരക്ടർ ബൈബിൾ എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ ഏതൊരു സ്റ്റോറി എടുത്താലും എന്ത് സംഭവം എടുത്താലും ഇതിൽ ഓവറോൾ എത്ര ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്, മൊത്തം ക്യാരക്ടേഴ്സും അവരുടെ ഡിസ്ക്രിപ്ഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചോണ്ടിരിക്കുന്നു പറയുന്ന ഒരു കാര്യമാണ് ക്യാരക്ടർ ബൈബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്യാരക്ടർ ബൈബിൾ എന്ന് പറയുന്നതിനകത്ത് ഫസ്റ്റ് നമ്മൾ മെയിൻ ക്യാരക്ടേഴ്സിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എഴുതി വെക്കേണ്ടത്. അത് പ്രോട്ടോഗോണിസ്റ്റ് വരും, ആന്റഗോണിസ്റ്റ് ഉണ്ടെങ്കിൽ
ഇവിടെ നമ്മൾ ആന്റഗോണിസ്റ്റ് ആരായിരിക്കും? സ്വന്തം വോയിസ് തന്നെ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് നമ്മൾ പ്ലോട്ടും കൂടെ വെച്ച് എക്സാമ്പിൾ ചെയ്ത് ഇങ്ങനെ പോവാണ്. മൂന്നാമതാണ് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ്. അതായത് ഈ ക്യാരക്ടറിന് ആന്റഗോണിസ്റ്റ് സൈഡിലായാലും പ്രോട്ടോഗോണിസ്റ്റ് സൈഡിലായാലും, പ്രോട്ടോഗോണിസ്റ്റ് എന്ന് പറഞ്ഞ നായകൻ, ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞ വില്ലൻ. ഓക്കെ, ഈ ആരുടെ സൈഡിലായാലും സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് നമ്മൾ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇനി എന്തൊക്കെയാണ് ഇവരുടെ എന്താണ് ഇവർ ഈ പറയുന്ന ക്യാരക്ടർ ബൈബിളിനകത്ത് ചെയ്യുന്നത്? ഹൂ ദേ ആർ, അതായത് ഇവരൊക്കെ ആരാണ്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ദിയർ മോട്ടിവേഷൻസ്, മനസ്സിലായില്ലേ? അതായത് അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, ലൈക്ക് വാട്ട് ഇസ് ദ പേർപ്പസ് ഇൻ ദിയർ ലൈഫ്, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം അത് പറയുക. അവർക്ക് ബാക്ക് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. സോ ഈ പറയുന്ന ബാക്ക് സ്റ്റോറീസും മോട്ടിവേഷനും എല്ലാം നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി ഇങ്ങനെ തള്ളി വെച്ച് പറയാനൊന്നും പോകുന്നില്ല, മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ക്യാരക്ടർ ബാക്ക് സ്റ്റോറി, അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ മോട്ടിവേഷൻ, അങ്ങനെ പറയത്തില്ല. വിഷ്വലി നമുക്ക് ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ മൈൻഡിൽ ഒരു ഐഡിയ കാണണം. ഓക്കെ, ഈ ക്യാരക്ടറിന് ഇതായിരിക്കും അതിന്റെ ബാക്ക് സ്റ്റോറി, ഇതുണ്ട്, ഇതിന്റെ മോട്ടിവേഷൻ ഇതാണ്, അപ്പം ഈ ക്യാരക്ടർ ഈ സീനിൽ ഇങ്ങനെ പെരുമാറും എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റണം, മനസ്സിലായില്ലേ? പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്ത് വെക്കാം. മൂഡ് ബോർഡ്സ് എന്ന് പറയും. അതായത് ആ ക്യാരക്ടർ ഓരോ സമയത്ത് എങ്ങനെ ആണോ സ്റ്റൈലൈസ് ചെയ്യുന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എവിടെ നിന്നെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം. ഓക്കെ, ഇനി ഈ ക്യാരക്ടർ ബൈബിളിനകത്ത് ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇനി ഈ ക്യാരക്ടർ ആർക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഡെവലപ്പ് ചെയ്യണം. ക്യാരക്ടർ ആർക്കറിയാലോ നമുക്ക് ഈ ഷേപ്പ്, സെമി സർക്കിൾ പോലത്തെ ഒരു ഷേപ്പാണ് ആർക്ക് എന്ന് പറയുന്ന ഷേപ്പ്, മനസ്സിലല്ലേ? സോ ഈ ഒരു ഷേപ്പിനകത്ത് ഈ ക്യാരക്ടറിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. സോ ഇത് പ്രോട്ടോഗോണിസ്റ്റിൽ ചെയ്യാം, ആന്റഗോണിസ്റ്റിൽ വേണമെങ്കിൽ ചെയ്യാം. ചില സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറിന് പോലും ഒരു നല്ലൊരു ആർക്ക് കാണും, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിനകത്ത് വരുന്ന ഒരു മെയിൻ കാര്യമാണ്. സോ ഇപ്പം പ്രോട്ടോഗോണിസ്റ്റ് ഇത് എപ്പോഴാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്റ്റോറി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്റ്റോറി തുടങ്ങിയ തൊട്ട് തീരുന്ന സമയം വരെ, മനസ്സിലായില്ലേ? അവിടാണ് ഈ ആർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ക്യാരക്ടറിന്റെ ആർക്ക് ബിഗിനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് ചേഞ്ചായി എങ്ങനെയാണോ ആ സ്റ്റോറിയുടെ എൻഡിൽ എവിടെ പോയി എത്തുന്നത്, അതാണ് ആ ക്യാരക്ടറിന്റെ ആർക്ക് എന്ന് പറയുന്നത്. ഈ ആർക്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിൽ, അതായത് സ്റ്റാർട്ടിങ് ഓഫ് ദ ആർക്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, അവരുടെ ഫ്ലോസ് എന്തൊക്കെയാണ്. സോ ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ഒരു ഫ്ലോഡ് ക്യാരക്ടർ വെച്ചുകൊണ്ട്, അതായത് അതിന് എന്തെങ്കിലും കുറവുകളുള്ള ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് നമുക്ക് നല്ല മികച്ച സ്റ്റോറീസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മിന്നൽ മുരളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് വെച്ച് നോക്കാം. രണ്ട് പ്രോട്ടോഗോണിസ്റ്റിനെയും ആന്റഗോണിസ്റ്റിനും ഫ്ലോ ഉള്ള ഒരു സിനിമയാണ്, മനസ്സിലല്ലേ? പ്രോട്ടോഗോണിസ്റ്റിന് സക്സസ്ഫുൾ ആയിട്ടില്ല, എക്സെട്ര ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടാൻ പറ്റുന്നില്ല, ഫ്ലോസ്, മനസ്സിലല്ലേ? സെയിം ടൈം ആന്റഗോണിസ്റ്റ് എന്താണ്, ആന്റഗോണിസ്റ്റിന് ഫ്ലോസ് മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും ഹേർട്ടായിട്ടുള്ള ഒരു ഫ്ലോഡ് പേഴ്സൺ ആയിട്ടാണ് നമ്മൾ ആന്റഗോണിസ്റ്റിനെ കാണിച്ചിരിക്കുന്നത്. ശേഷം അവർക്ക് രണ്ടുപേർക്കും മൈൻഡ് സെറ്റിനകത്ത് ഇന്നസെൻസിനെ മിക്സും ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ആള് പ്യൂർലി ആ ലേഡിയെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇവിടെ പ്യൂർലി ഒരു ജെന്യുവൻ ആഗ്രഹം കൊണ്ട് രക്ഷപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സെട്ര. ബട്ട് ഈസ് എ ക്ലീൻ ജെന്യുവൻ പേഴ്സൺ. എല്ലാ ഒരു നോർമൽ യങ്സ്റ്ററിനും ഉള്ളൊരു ഇതാണ്, മനസ്സിലായില്ലേ? സോ സ്റ്റാർട്ടിങ്ങിൽ അവരുടെ മൈൻഡ് സെറ്റ്സും ഫ്ലോസും പറയുക. അതിനുശേഷം മിഡിലേക്ക് വരുമ്പോഴത്തേക്കാണ്, അതായത് ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് സ്റ്റോറിയുടെ ഒരു പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് അതിന്റെ ചാലഞ്ചസ്, ആ ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ്. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് വളർച്ച, മേളിലോട്ടും പോവാം താഴോട്ടും പോവാം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഹൗ യു ടെൽ ദ സ്റ്റോറി. അതായത് നിങ്ങളുടെ സ്റ്റോറിയിൽ ആ ക്യാരക്ടറിന്റെ ഗ്രോത്ത് ഇങ്ങനെ പോവാം, ഇങ്ങനെയും പോവാം, മനസ്സിലായില്ലേ? അതിനുശേഷം എൻഡ്, അതായത് അവര് പടം തീരാറാകുമ്പോൾ അവരെങ്ങനെയായി തീർന്നിരിക്കുന്നു, എന്താണ് അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ്. ഇതിന് ഏറ്റവും വലിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് നമ്മള് മഞ്ഞുമൽ ബോയ് സിനിമയ്ക്കകത്ത് നമ്മള് ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടറിന്റെ മദർ ഉണ്ടല്ലോ, പുള്ളിക്കാരി സ്റ്റാർട്ടിങ്ങിൽ സൗബിനെ നോക്കി പെർഫോം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൂടെ അവരുടെ മൈൻഡ് സെറ്റിനെ കാണിക്കുന്നുണ്ട്. പോയിക്കൊണ്ടിരിക്കുന്ന സീൻസിൽ, കല്യാണത്തിന്റെ ഇതിലായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും, അല്ലെ എവിടെയെങ്കിലും പോകുന്നത് അവൻ്റെ കൂടാണോ പോകുന്നുള്ള രീതിയിൽ അവരുടെ ആ ഒരു അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ച്, അതായത് ഇവൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്, ഇവന്റെ കൂടെ പോകരുത് എന്നുള്ള രീതിയിൽ ആ ഒരു ഇതും കാണിച്ച് എൻഡിങ്ങിലാവുമ്പോഴത്തേക്കാണ് യഥാർത്ഥ കാര്യങ്ങളെല്ലാം അറിയുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ എൻറ്റയർലി ചേഞ്ചായി. ആ സിനിമയുടെ ഏറ്റവും മെയിൻ പോർഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ ക്യാരക്ടർ സൗബിനെ അക്നോളജ് ചെയ്യാന്നുള്ളതാണ്, മനസ്സിലായില്ലേ? സോ അതാണ് ആ ക്യാരക്ടറിന്റെ ഒരു ആർക്ക്, മനസ്സിലായില്ലേ? ഈ സെയിം ആർക്ക് സൗബിന്റെ സൈഡിലും വരുന്നുണ്ട്. അതായത് ഈ ക്യാരക്ടർ സൗബിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവിടെ ഒരു ആർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇനി മെയിൻ ആയിട്ടുള്ള ഫൈനൽ പോർഷൻ എന്ന് പറയുന്നതാണ് 3 ആക്ട് സ്ട്രക്ചർ പോർഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളിപ്പം ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിലെ ഒരു 3 ആക്ട് സ്ട്രക്ചറിലായിട്ട്, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, അതിനകത്ത് ആക്ട് 1 വരുന്നത് സെറ്റപ്പ് ആണ്. അതായത് ഹൂ, ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്, വേർ, എവിടെയാണ് ഈ സ്ഥലം, എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങളും, വാട്ട് ഇസ് അറ്റ് സ്റ്റേക്ക്, അതായത് എന്താണ് പ്രോബ്ലം, ഓക്കെ, എന്താണ് അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ടാമത് വരുന്നതാണ് കൺഫ്രണ്ടേഷൻ എന്നും പറയും. അതായത് ഇവര് നേരിടുന്ന ഒബ്സ്റ്റക്കിളിനെ നമ്മൾ കാണിച്ചു കൊടുക്കുക, അവിടുന്ന് ഒരു റൈസിങ് ടെൻഷനെ ഫീൽ ചെയ്യിപ്പിച്ചു കൊടുക്കുക. അതായത് ഇവർ എന്താണ് ഫേസ് ചെയ്യുന്നത് ആ സാധനത്തിന് നമ്മൾ കാണിച്ചും കൊടുത്ത് അത് കാരണം അവർ ഫേസ് ചെയ്യുന്ന ടെൻഷനെയും കാണിക്കുക. ആക്ട് 3 റെസൊല്യൂഷൻ വരുന്നത്. അവിടെ ക്ലൈമാക്സും അതിന്റെ എൻഡിങ്ങും കാര്യങ്ങളും വരും. മനസ്സിലായില്ലേ? സോ ആക്ട് 1 എന്ന് പറയുന്ന സെറ്റപ്പ് ആണ്. ആക്ട് 2 അതിന്റെ കൺഫ്രണ്ടേഷൻ വരും. ആക്ട് 3 ക്ലൈമാക്സ് വരുന്നത്. ഈ 3 ആക്ട് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തോടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ പല പല രീതിയിൽ വേണമെങ്കിൽ സാധനത്തിനെ ബ്രേക്ക് ചെയ്യാം. യഥാർത്ഥത്തിൽ എവിടെയോ വെച്ച് എനിക്കൊന്ന് കമലഹാസനാന്ന് തോന്നുന്നു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, വൈ ഷുഡ് ബി ഫോളോ 3 ആക്ട് സ്ട്രക്ചർ വെൻ മഹാഭാരത ഇറ്റ് സെൽഫ്, രാമായണ മഹാഭാരത പിന്നെ 9 ആക്ട് സ്ട്രക്ചർ എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് 3 ആക്ട് സ്ട്രക്ചർ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് നിങ്ങൾക്ക് ഒരു ഐഡിയ. പക്ഷെ നമ്മൾ എന്ത് ക്രിയേറ്റീവ് ആയിട്ട് ഒരു സാധനം സെറ്റ് ചെയ്യുന്ന മുമ്പേ ആദ്യമേ അതിന്റെ ബേസും ഫൗണ്ടേഷൻസും പെർഫെക്റ്റ് ആക്കിയതിന് ശേഷമേ അതിന്റെ മേളിൽ കയറി പണിയാൻ പോവാം. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളെ കിട്ടിയേക്കുന്ന സ്റ്റോറി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ബേസിക് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അതിനുശേഷം അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ ഓക്കെ സോ നമുക്ക് ഇതിന്റെ പ്ലോട്ട് ഔട്ട്ലൈൻ സെറ്റ് ചെയ്യണം. പ്ലോട്ട് ഔട്ട്ലൈൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേപ്പറും പേനയും കൂടെ നിർത്തോട്ടെ. നമുക്ക് ഇതിന്റെ ബിഗിനിങ് സെറ്റ് ചെയ്യണം, മിഡിൽ സെറ്റ് ചെയ്യണം, എൻഡ് സെറ്റ് ചെയ്യണം. ഞാൻ ഈ ക്യാരക്ടറിന് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരാണ് അർജുൻ. സോ നമുക്ക് ഈ ക്യാരക്ടറിന്റെ പേര് അർജുൻ എന്ന് എഴുതി വെക്കാം, ക്യാരക്ടർ നെയിം. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏതൊരു സാധനം സെറ്റ് ചെയ്താലും നമുക്ക് അതിനൊരു ബിഗിനിങ് വേണം, അതിനൊരു മിഡിൽ പാർട്ട് വേണം, അതിനൊരു എൻഡ് വേണം. ഓക്കെ, സോ ഇതെങ്ങനെ തുടങ്ങാം, ഏതുവഴി പോവുക, എങ്ങനെ എൻഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു വേർഷൻ ആലോചിച്ചിട്ട് സെറ്റ് ചെയ്തിപ്പോൾ എഴുതും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വേർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് എഴുതാം. എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് അതെനിക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. കാരണം ഞാൻ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നിങ്ങൾ തരുന്ന കീ പോയിന്റ്സ് കൂടെ ചേർത്തിട്ട് മാത്രമേ ഈ വീഡിയോന് ശേഷം അതിന്റെ എല്ലാ ഇത് കണ്ടിട്ട് മാത്രമേ നെക്സ്റ്റ് ഫെർദർ സ്റ്റെപ്പിലേക്ക് ഞാൻ പോകത്തുള്ളൂ. അതിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും കീ പോയിന്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് ഫിലിമിനെ ഞാൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുള്ള ക്രെഡിറ്റ് ഞാൻ അത് തരുന്നതായിരിക്കും. റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്, ഡയലോഗ്സിലാണെങ്കിൽ അങ്ങനെ. ഓക്കെ, സോ നിങ്ങളെ രീതിയിലൊന്ന് എഴുതി വെക്കുക. ഇതിന്റെ സ്റ്റോറി ഔട്ട്ലൈൻ, ഏത് പശ്ചാത്തലത്തിൽ നടക്കണം, ഈ ക്യാരക്ടർ ആരായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യുക. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് എഴുതി നോക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സ്മോൾ പോസ് എടുത്തോളൂ. കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇറങ്ങി പോകത്തൊന്നുമില്ല. ഓക്കെ, സോ നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് പ്രോട്ടഗോണിസ്റ്റ്. ഞാൻ എൻ്റെ പ്രോട്ടഗോണിസ്റ്റ് പറഞ്ഞല്ലോ, എനിക്ക് അർജുൻ എന്ന് പറഞ്ഞ പേര് ഇച്ചിരി ഇഷ്ടമാണ്. സോ അർജുൻ എന്ന് പറയുന്ന പേരാണ് ഞാൻ എൻ്റെ പ്രോട്ടഗോണിസ്റ്റ് ഇട്ടേക്കുന്നത്. എനിക്ക് പുള്ളിയുടെ ഒരു എന്തോ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഒരു ജോബ് ലൈഫ് ആ ഒരു സാധനം തന്നെ എടുത്തിട്ട് ഞാൻ പുള്ളിയുടെ ക്യാരക്ടറിന് വേണ്ടി കൊടുത്തു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ആ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയുക. നമ്മൾക്ക് അതനുസരിച്ച് വേണമെങ്കിൽ സ്റ്റോറി പിന്നീട് മോഡിഫൈ ചെയ്യാമല്ലോ. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് സ്ട്രക്ചർ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ പറയുന്നത് അർജുനാണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ്. ഒരു ഓവർ വർക്ക്ഡ് എംപ്ലോയി ആണ്. ഫാമിലി വർക്കും അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന പുള്ളിയുടെ സീക്രട്ട് ഡ്രീമിനെ കൂടെ കൊണ്ടുനടക്കുന്ന ഒരു ഓവർ വർക്ക്ഡ് എംപ്ലോയി. ഓക്കെ, ഇനി പുള്ളിക്കാരൻ മീ ചാറ്റ് യൂസ് ചെയ്യും, ഒരു പേഴ്സണൽ ഡയറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ പറയുന്നത്. വോയിസ് നോട്ട്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ആ രീതിയിൽ മീ ചാറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ വൺ നൈറ്റ് ഹി ഗെറ്റ്സ് എ നോട്ടിഫിക്കേഷൻ. ഒരു ദിവസം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, ഒരു ന്യൂ വോയിസ് നോട്ട് ഇൻ മീ ചാറ്റ്. ഇറ്റ്സ് ഹിസ് വോയിസ് ബട്ട് മെസ്സേജ് ഹി നെവർ റെക്കോർഡഡ്. ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഇൻസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ലേറ്റ് നൈറ്റ് ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ഈവനിങ് പോലെ അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാന്ന് വെച്ചേക്കാം. നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്തതിനു ശേഷം മോർണിംഗ് പുള്ളി ഇങ്ങനെ വന്നു ഫോൺ കുത്തിയിടുകയാണ്. ഫോൺ കുത്തിയിടാൻ നേരം ഇപ്പം അവരെവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കെന്ന് വിചാരിക്കും. ഓക്കെ,
സോ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് പുള്ളി വിചാരിച്ചു ഓക്കെ ഇന്ന ആളുടെ സ്വെറ്റർ വാങ്ങിക്കാൻ മറക്കല്ലും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് പുള്ളി ഈ സാധനം ഓർക്കാനായിട്ട് ഈ മീ ചാറ്റിൽ ഒരു വോയിസ് ഇട്ടിട്ട് ഫോൺ കൊണ്ടങ്ങ് കുത്തിയിടുക. ഓക്കെ, ചാർജറിൽ കുത്തിയിടുക. അപ്പം എന്നിട്ട് സ്വന്തം വോയിസിനെ കേട്ട് നോക്കുന്ന ഒരു സ്വഭാവം പുള്ളിക്കുണ്ട്. ഓക്കെ, പുള്ളി ആ വോയിസിനെ പ്ലേ ചെയ്തിട്ട് ബാഗ് കൊണ്ട് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണ്. ആ ആക്ടിവിറ്റി ചെയ്യുന്നതിനിടയിൽ നമ്മൾ വാട്സാപ്പിൽ ഒരു ഓഡിയോ പ്ലേ ചെയ്തതിന് ശേഷം അടുത്തൊരു ഓഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൗണ്ടിന് ശേഷം ഒരു ബീപ്പ് പോലെ സൗണ്ട് വന്നിട്ട് അടുത്ത ഓഡിയോ വീണ്ടും പ്ലേ ആവുമല്ലോ. അങ്ങനെ ആ ഓഡിയോക്ക് ശേഷം അടുത്തൊരു ഓഡിയോ പ്ലേ ആവുന്നു. ആ ഓഡിയോയിൽ പറയുന്നു ഫോൺ ചാർജിൽ കുത്തിയിട്ടു ഫോൺ ചാർജിൽ കുത്തിയിട്ട് സ്വിച്ച് ഇടാൻ മറക്കല്ലോ, അല്ലെങ്കിൽ ഫോൺ ചാർജിൽ കുത്തിയിട്ട് സ്വിച്ച് ഇടാൻ മറക്കാം, സംതിങ് ലൈക്ക് ദാറ്റ്. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് ഓ ശരി സാർ കുത്തിയിട്ടില്ല, സ്വിച്ച് ഇട്ടില്ല എന്ന് വെച്ചിട്ട് പുള്ളി വന്ന് സ്വിച്ച് ഇടുമ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഇട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞ രീതിയല്ലല്ലോ, പിന്നെ എങ്ങനെ അത് കേട്ടത്? പക്ഷെ കേട്ടത് എൻ്റെ വോയിസുമാണ്. മനസ്സിലായില്ലേ? അവിടാണ് നമ്മൾ ഈ ഇൻസൈറ്റിംഗ് ഇൻസിഡന്റിനെ മേടിച്ച് കെട്ടുന്നത്. സോ ഇതൊരു ഫസ്റ്റ് 1.5 മിനിറ്റ്സിനകം തന്നെ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കണം. സ്ഥലം എസ്റ്റാബ്ലിഷ് ചെയ്യുക, പുള്ളിയുടെ വർക്കും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളിലൂടെ പുള്ളിയുടെ ട്രേറ്റ്സും ഫീച്ചേഴ്സും പുള്ളി എന്താണ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ കാണിക്കുക. കാണിച്ചതിന് ശേഷം എത്ര പെട്ടെന്ന് പറ്റും അത്രയും പെട്ടെന്ന് ഇൻസൈറ്റിംഗ് ഇൻസിഡന്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. കാരണം ഷോർട്ട് ഫിലിമാണ്, അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. ഓക്കെ, ആ ഒരു പോയിന്റിലേക്ക് എത്തി. ഇനി മിഡിൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ വോയിസ് നോട്ട്സ് കണ്ടതിന് ശേഷം പുള്ളി ഇതിന് ഒരു സംശയം തോന്നിയിട്ട് പിന്നീട് പുള്ളി അയക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങൾക്കൊക്കെ ഈ വോയിസ് നോട്ട് ഉത്തരം പറയുന്ന രീതിയിലും ഉറക്കെ പറയാത്ത ചില പേഴ്സണൽ കാര്യങ്ങൾ തിരിച്ച് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊക്കും എന്തെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലല്ലേ? സോ ഇത് ഞാൻ മിഡിലായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് വന്നു കഴിഞ്ഞു, ഇനി ഒരു കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അതായത് എന്തെങ്കിലും ഒരു ചാലഞ്ചോ എന്തെങ്കിലും ഒരു ഗ്രോത്തോ കൊണ്ടുവരണം. ഇവിടെ ഞാൻ സ്റ്റോറിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഗ്രോത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഒരു പുതിയ സാധനം കിട്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ യൂസ് ചെയ്ത് നോക്കും. ഏതൊക്കെ രീതിയിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നോക്കും. അങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ടെൻഡൻസിയാ ഇത് എന്തൊക്കെ ചെയ്യും, അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് പിന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻസിലോട്ട് പോയി അവസാനം മണ്ടടിച്ച് പോകുന്ന രീതിയിലുള്ള സാധനം വരെ നടക്കും. ആ സെയിം സാധനമാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ഫണ്ണ് ആയിട്ടല്ല, പുള്ളി ആദ്യമേ ഇതിനൊന്ന് പേടിച്ച് നോക്കുന്നു. പിന്നെ ഇത് പേഴ്സണൽ കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിലാവുന്നു സംതിങ് ഇസ് നോട്ട് റൈറ്റ്. പിന്നെ ഇതിന്റെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പുള്ളി ട്രൈ ചെയ്ത് നോക്കുന്നു. അവിടെയാണ് ഇതിന്റെ കോൺഫ്ലിക്റ്റ് എത്തുന്നത്. ക്ലൈമാക്സിൽ ഇത് എന്തെങ്കിലും ഒരു വല്ലാത്തൊരു ചലഞ്ച് പുള്ളി കൊടുക്കണം. അതുകൊണ്ട് എന്റെ മനസ്സിൽ വന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മെസ്സേജ് വരും. അപ്പുറ സൈഡിൽ നിന്നാണ് വരുന്ന മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വോയിസ് മെസ്സേജിനെ നീ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഡൈ എന്ന് പറഞ്ഞുകൊണ്ട് വരും. സോ അത് പ്ലേ ചെയ്യുവോ ചെയ്യത്തില്ലയോ ആ ക്ലൈമാക്സ് റെസൊല്യൂഷൻ അതിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒരു പാർട്ടും കൂടെ കാണിച്ചിട്ട് എനിക്ക് ഓപ്പൺ എൻഡിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? സോ ഞാൻ ഒരു ഓപ്പൺ എൻഡിങ് ചെയ്യാന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ വോയിസ് പ്ലേ ചെയ്തതിനു ശേഷം ആ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് കാണിക്കുന്നത് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം പോലെ കാണിക്കും. പുള്ളി പുതിയൊരു ഫോൺ വാങ്ങിച്ചതിന് ശേഷം വീണ്ടും വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ എന്ന് പുള്ളി വിചാരിക്കുമ്പം മീ ചാറ്റിൽ ഹായ് ദയർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരിക. ക്ലാപ്പ്, നമ്മൾ ഷോർട്ട് ഫിലിം അവിടെ വെച്ച് എൻഡ് ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കയറി വരുന്ന ഈ കാര്യങ്ങൾ അറിയുന്നു. പിന്നീട് അതിന്റെ ആക്ട് 2 അത് കുറച്ചും കൂടെ മേളിലോട്ട് പോയി സീനാവുന്നു, പ്രശ്നങ്ങളാവുന്നു. ലാസ്റ്റ് ഫൈനൽ എൻഡിങ്ങിൽ നമ്മളൊരു ഓപ്പൺ എൻഡിങ് ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം, ഇതാണ് ക്ലൈമാക്സ് മെയിൻ പ്രോബ്ലം. ഓക്കെ, സോ ഇത്രയും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ക്യാരക്ടർ ബൈബിൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ക്യാരക്ടർ ബൈബിൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഐ ലൈക്ക് ദ നെയിം അർജുൻ. സോ പ്രൊട്ടഗോണിസ്റ്റിന്റെ പേര് അർജുനായിട്ട് തന്നെ വെക്കുക. എന്നിട്ട് ഞാൻ അതിനൊരു 30s ആണ് ഏജ് കൊടുക്കുന്നത്. കോർപ്പറേറ്റ് എംപ്ലോയി ആയിട്ട് കൊടുക്കുന്നുണ്ട്. സീക്രറ്റ്ലി പാഷൻ അബൌട്ട് ഫിലിം മേക്കിംഗ്. സോ ഇതാണ് ക്യാരക്ടറിന്റെ ബൈബിൾ. ഇനി അതിനുശേഷം അതിന്റെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് പറയണം. സോ അത് റിസർവ്ഡ് ആണ്, തോട്ട്ഫുൾ ആണ്, സ്ട്രഗിൾസ് വിത്ത് ഗിൽറ്റ് ആൻഡ് ആങ്സൈറ്റി. അതായത് കുറ്റബോധം, ഞാൻ പറഞ്ഞല്ലോ നമുക്കൊന്നും ആവാൻ പറ്റാത്തതിന്റെ ഒരു കുറ്റബോധം കാണുമല്ലോ, അതെനിക്ക് ആ ക്യാരക്ടറിൽ കൊണ്ടുവരണം എന്ന് തോന്നി. ഇനി എന്റെ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാണ്ട്സ് ടു റീകണക്ട് വിത്ത് ഹിസ് ക്രിയേറ്റീവ് സൈഡ് ബട്ട് ഫീൽസ് ട്രാപ്ഡ് ബൈ റൊട്ടീൻ. തന്റെ ഡെയിലി റൊട്ടീൻ കാരണം ട്രാപ്ഡ് ആയിരിക്കുന്നതുകൊണ്ട് അതിന്റെ ക്രിയേറ്റീവ് സൈഡിലേക്ക് പോകാൻ പറ്റാത്ത ഒരാളായിരിക്കാം. മനസ്സിലായില്ലേ? സോ ഇത് ഞാൻ എടുക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സാധനത്തിന് സൈക്കോളജിക്കലി ട്രീറ്റ് ചെയ്ത്
വേണമെന്നുണ്ടെങ്കിൽ ഒരു അതർ സൈഡ് പാരൽ സ്റ്റോറി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് യഥാർത്ഥത്തിൽ ഇതെല്ലാം പുള്ളിയുടെ മൈൻഡിൽ നടന്നതെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പുള്ളിയുടെ മൈൻഡിന്റെ ക്രിയേറ്റീവ് സൈഡിന്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്നോ ആ ഒരു രീതിയിലാണെങ്കിൽ ഇതിനെ കൊണ്ടുവരാൻ പറ്റും. ഇനി ആന്റഗണിസ്റ്റ് ആയിട്ട് ഞാൻ ദി വോയിസ് എന്നാണ് ഇതിന്റെ പേര് കൊടുത്തേക്കുന്നത്. അതായത് അർജുന്റെ വോയിസ് തന്നെയാണ് തിരിച്ച് ഇങ്ങോട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അതിനൊരു സബ് കോൺഷ്യസ് ഗിൽട്ട് എന്നും അതിന്റെ ക്രിപ്റ്റിക് ലൈൻസ് എല്ലാം ഒരുമാതിരി ഒരു ഹിന്റ് തരുന്ന കുറെ അൺറിസോൾവ് ഇഷ്യൂസ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പറയുന്ന കാര്യങ്ങളിലെ നമ്മൾ ഡീകോഡ് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ എന്താണ് സംഭവങ്ങളെന്ന്. ഇനി സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് അർജുന്റെ വൈഫാണ്. പ്രാക്ടിക്കൽ ആണ്, ഗ്രൗണ്ടിങ് ഹിം ഇൻ റിയാലിറ്റി. എപ്പോഴൊക്കെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കിട്ട് ഞാൻ തട്ടി നിർത്തുന്ന രീതിയിൽ അൺഇൻറ്റൻഷനലി ട്രിഗേഴ്സ് ഹിസ് ഫിയേഴ്സ്. അതാണ് ഇത്. ചുമ്മാ ഇട്ടതാ, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിട്ടതാ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കറിയത്തില്ല. അതായത് ചിലരിങ്ങനെ കുത്തി പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അൺഇൻറ്റൻഷനലി നമ്മൾ മനസ്സിലെ ഫിയർ എല്ലാം ഇങ്ങനെ കൂടും. മനസ്സിലായില്ലേ? ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ വൈഫാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. നോട്ട് അഗെയിൻസ്റ്റ് എനി ഫെമിനിസം ഓർ സംതിങ്, ബട്ട് എനിക്ക് എൻ്റെ സ്റ്റോറി തോന്നിയ കാര്യം ഞാൻ ഇട്ടു. ഓക്കെ, ക്യാരക്ടർ ആവശ്യ കൊടുക്കുമ്പോഴത്തേക്ക് അർജുൻ ഞാൻ കൊടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഓവർവെൽഡും, അതായത് എന്താണെന്ന് കാര്യങ്ങൾ അറിയാനും ഡിസ്മസീവ് ഓഫ് ഹിസ് ഓൺ ക്രിയേറ്റിവിറ്റി. ഇത് ജസ്റ്റ് തോന്നുന്നത്, എന്റെ തോന്നലാണ്, ഫീലിങ്സ് എന്ന് ജസ്റ്റ് ആദ്യം കളയുക. മിഡിൽ എത്തുമ്പോഴത്തേക്ക് ഫോഴ്സ് ടു കൺഫ്രണ്ട് ഹിസ് ഇന്നർ തോട്ട്സ് ആൻഡ് റിഗ്രറ്റ്സ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ വോയിസിലൂടെ പറയുമ്പോഴത്തേക്ക് തന്റെ കുറ്റബോധങ്ങളും റിഗ്രറ്റുകളും പുള്ളി ഫീൽ ചെയ്യാൻ തുടങ്ങും. എൻ്റെ ഒരു അക്സെപ്റ്റൻസ് ആൻഡ് റെസൊല്യൂഷൻ കൊണ്ടുവന്ന് ഞാൻ ഒരു ഹെൽത്തിയർ മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ചതിന് ശേഷം ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ചുമ്മാ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. 3 ആക്ട് സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അർജന്റ് റുട്ടീൻ പറഞ്ഞു കൊടുക്കും. നമ്മൾ മീ ചാറ്റ് ഹാബിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കണം. ഇൻസൈറ്റിംഗ് ഇൻസിഡൻസ് പറയുന്നതാണ് ഫസ്റ്റ് സ്ട്രേഞ്ച് വോയിസ് നോട്ട്. അവിടെ വെച്ച് നമ്മൾ ആക്ട് 1 സെറ്റപ്പ് റെഡി ആവും. കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് ഈ നോട്ട് എസ്കലേറ്റ് ചെയ്യുക, റിവീലിംഗ് ഡീപ്പർ ട്രൂട്ട്സ്, അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള അർജന്റ് സ്ട്രഗിൾ കാണിക്കുക. മിഡിൽ ട്വിസ്റ്റിനകത്ത് ഇതൊരു ഗ്ലിച്ച് അല്ല, ഇത് പേഴ്സണൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. റെസൊല്യൂഷന്റെ പാർട്ടിലാണ് നമ്മൾ ആ ക്ലൈമാറ്റിക് കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത്. അതായത് അതിന്റെ മെയിൻ സ്റ്റേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലൈമാറ്റിക് കൺഫ്രണ്ടേഷനിൽ പുള്ളിയുടെ വോയിസിലൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് കേൾക്കുകയാണ്. അപ്പം അതിനുശേഷം പുള്ളി എങ്ങനെ അത് ആക്ട് ചെയ്യുന്നുള്ളതാണ് അതിന്റെ റെസൊല്യൂഷൻ. ക്ലോഷർ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ആണ് അതിന്റെ റെസൊല്യൂഷനിലായിട്ട് വരുന്നത്. ലീവിങ് ദ വ്യൂവേഴ്സിന് ഒരു ബിറ്റർ സ്വീറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ, പക്ഷെ ഒരു സാറ്റിസ്ഫൈയിങ് എൻഡിങ് കൊടുത്താണ് നമുക്ക് തോന്നിക്കുക. പക്ഷെ അവിടെയാണ് ഒരു ആന്റി ക്ലൈമാക്സ് അല്ലെങ്കിൽ പോസ്റ്റ് ക്ലൈമാറ്റിക് സീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു സാധനം കൂടെ ഇട്ട് കൊടുത്ത്, ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു ഫോൺ വാങ്ങിച്ച് വീണ്ടും വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഹായ് ദയർ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരിക. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് സാധനങ്ങൾ. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റോറി എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഐ എം റിയലി ഓപ്പണിംഗ്ലി ഗിവിങ് ഇറ്റ് ടു യു. നിങ്ങൾക്ക് ഈ സ്റ്റോറിയെ എങ്ങനെ മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ മാറ്റിയിട്ട് എനിക്ക് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ തന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ, ഒരു സിമ്പിൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ റഫ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന സാധനം ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. ആരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് അതിനകത്തുണ്ടോ അവരുടെ എല്ലാവരുടെയും പേരും ഞാൻ മെൻഷൻ ചെയ്യും. അവരുടെ റോളും ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയും. അത് ഡയലോഗ് റൈറ്റിംഗ് ഹെൽപ്പ് ചെയ്യും, ഡയലോഗ് റൈറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്ന പറയും. സ്ക്രിപ്റ്റിന്റെ റൈറ്റിംഗിലാണ് ഹെൽപ്പ് ചെയ്തെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അഥവാ കോ റൈറ്റർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പോസ്റ്റ് ഇട്ട് തന്നെ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ചുമ്മാ ഇങ്ങനെ കഴിഞ്ഞ ആദ്യത്തെയായിട്ട് വീഡിയോയിൽ 300 സംതിങ് പേര് കണ്ട്, ആ 300 സംതിങ് പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും എത്തായിരുന്നു. ഞാൻ നിങ്ങളുടെ ഒരിക്കലും ഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ജസ്റ്റ് എന്റെ ഐഡിയാസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഓൺലൈനിലൂടെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.